ഹലോ, നമസ്കാരമുണ്ട്. പിണറായി വിജയനെ സംഖ്യയാക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന മുസ്ലിം ലീഗ്, മൗദൂദി, സുഡാപ്പി കോൺഗ്രസ്സുകാരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ സർക്കാർ വന്ന സമയത്ത് ഡീക്കെടാ, സിദ്ധരാമയ്യടാ എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊണ്ടിരുന്ന നിങ്ങളോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കർണാടകയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന്, RSSന്റെ ഔദ്യോഗിക ഗാനമായിട്ടുള്ള ഗണഗീതം കർണാടക നിയമസഭയിൽ ചൊല്ലിയതാരാന്നറിയോ? നിങ്ങളുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള, അവിടുത്തെ PCC അധ്യക്ഷനായിട്ടുള്ള DK ശിവകുമാറാണ്. മനസ്സിലായോ? DKടാ. പിന്നെ അവിടെ കർണാടകയിൽ ABVPയുടെ രഥയാത്ര ഉദ്ഘാടനം ചെയ്ത ആളുടെ പേരെന്താ നിങ്ങൾക്കറിയോ? അവിടുത്തെ ആഭ്യന്തരമന്ത്രി G പരമേശ്വരയാണ്. മനസ്സിലായില്ലേ? അതിനെല്ലാം പുറത്ത് അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അബ്ദുൾ റഹീം ഇംതിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയുണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ആ കൊലപാതകത്തിലെ പ്രതികളായിട്ടുള്ള RSSകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് കർശന ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവിടെ കലാപകാരികൾക്കൊപ്പമാണെന്നും RSSന് അവിടുത്തെ സർക്കാർ വിടുപണി ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് 200-ലധികം കോൺഗ്രസ് പ്രവർത്തകർ, അതായത് മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരായിട്ടുള്ള 200ഓളം ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവിടെ രാജിവെച്ചത്. അതുകൊണ്ട് ABVPയുടെ രഥയാത്ര ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രിയുള്ള കർണാടകയിൽ RSSന്റെ ഗണഗീതം നിയമസഭയിൽ വായിച്ച ഉപമുഖ്യമന്ത്രിയുള്ള കർണാടകയിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടുന്നവരാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് അവിടുന്ന് അത്രയും ആളുകൾക്ക് രാജിവെച്ച് കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വന്നത്. പിന്നെ ഗുജറാത്തിൽ ഒരു ഏക MP ആയിട്ടുള്ള, കോൺഗ്രസിന്റെ ഏക MP ആയിട്ടുള്ള അനീബെൻ താക്കൂർ എന്ന് പറയുന്ന MP കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്ഥാനം എന്താ വെച്ചാൽ ഗോമാതാവായിട്ടുള്ള പശുവിനെ രാജ്യമാതാവായിട്ട് അംഗീകരിക്കണമെന്നും പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള MP ആണ്. അപ്പം ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ആദ്യം ഈ പറയപ്പെട്ട ലീഗുകാരോടും മൗദൂദിക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പിണറായി വിജയനെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ചാടിയിട്ടുള്ള ചാണകക്കുഴി ഉണ്ടല്ലോ, ആദ്യം ആ ചാണകക്കുഴിന്ന് അവരെല്ലാം വലിച്ചു കയറ്റിയതിന് ശേഷം നിങ്ങൾ പിണറായി വിജയനെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നാൽ മതി. ഓക്കെ.